1,00,000 കൊടുത്തിട്ട് ഞാൻ ഒരു സിം എടുക്കാൻ പോവാം. ഇത് 1,00,000 കൊടുക്കാണ് സിം. ഇതാണ് 1,00,000 സിം കേട്ടോ. ഇത് ലാവോസിലാണ്. നമ്മുടെ നാട്ടിലെ വെറും 380 രൂപയാണ് ഉള്ളത്. തായ്ലൻഡിൽ നിന്ന് ലാവോസ് എന്ന രാജ്യത്തിലേക്ക് ബോർഡർ വഴി കടന്നാലോ? നോങ്കായ് ബോർഡറിന്റെ അടുത്ത് തന്നെയാണ് എമിഗ്രേഷൻ ഓഫീസ്. അവിടുത്തെ ഓഫീസർ എന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ലാവോസിൽ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു യാത്രികനാണ്, ഞാൻ യാത്ര ചെയ്യാനാണ് അവിടെ പോകുന്നത്. കൂടാതെ തന്നെ എന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും എന്റെ ID കാർഡുകളെല്ലാം അവർ പരിശോധിച്ചു. നമ്മൾ ജെനുവിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചു തരും. ഒരു കാര്യം പറയട്ടെ, എല്ലാ ഇന്ത്യൻസിനും ബോർഡർ വഴി കടക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. എക്സിറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ബസ് കിട്ടും ലാവോസിലെ വിയന്റൈൻ ബോർഡർ 35 ബാത്താണ് നമ്മുടെ നാട്ടിലെ ഒരു 100 രൂപ. ആ ബസ് നേരെ തായ്ലൻഡ് ലാവോസ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് കടന്നു പോകും. ആ ബ്രിഡ്ജ് ഒരു പുഴയിലാണ്. ആ പുഴയുടെ ഒരു വശത്ത് തായ്ലൻഡ് ആണെങ്കിൽ മറുവശത്ത് ലാവോസ് ആണ്. ആ ബസ് നേരെ ലാവോസിന്റെ ഇമിഗ്രേഷൻ ഓഫീസിലെത്തും. അവിടെ ഇറങ്ങുക. ആ ഇമിഗ്രേഷൻ ഓഫീസിൽ 2 തരം വിസയുണ്ട്, ഓൺ അറൈവൽ വിസ, പിന്നെ ഇ വിസ. ഓൺ അറൈവൽ വിസ $40 അല്ല $50 ആക്കി. ഞാൻ ഇ വിസയാണ് എടുത്തത്. ഇ വിസ $50 ആണ്, പക്ഷെ $2-3 എക്സ്ചേഞ്ച് റേറ്റ് പിടിക്കും. യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഇ വിസ അപ്ലൈ ചെയ്താണ്. അപ്ലൈ ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇമെയിൽ ഐഡിയിലേക്ക് ഇ വിസ വരും. ആ ഇ വിസ കാണിച്ചതിന് ശേഷം ഒരു സ്ലിപ്പ് ഞാൻ പൂരിപ്പിച്ചു. ആ സ്ലിപ്പ് പൂരിപ്പിക്കുമ്പോൾ തന്നെ എന്റെ പാസ്പോർട്ടിൽ എൻട്രി സീൽ അടിച്ചിരുന്നു. തൊട്ടടുത്ത ക്യാബിനിൽ നിന്ന് എന്റെ പാസ്പോർട്ട് കളക്ട് ചെയ്തു. ആ ഇമിഗ്രേഷൻ ഓഫീസിന്റെ തൊട്ടടുത്ത് ബസ് കിട്ടും ലാവോസിന്റെ ക്യാപിറ്റലായ വിയന്റൈനിലേക്ക്. ഞാൻ വിയന്റൈൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു മാൾ പോലെയുണ്ട്. അവിടെ നിന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യുക. അവിടെ നിന്ന് തന്നെ സിം എടുക്കുക. പിന്നെ ബോർഡറിൽ നിന്ന് നിങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഞാൻ ആ മാളിലേക്ക് കയറുന്ന വഴി ഒരു അമ്മേനെയും മോളെയും കണ്ടു. അവർ ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മകൾ പാകിസ്ഥാൻ കറാച്ചിയിൽ നിന്നും. അവരുടെ അമ്മയും അച്ഛനും ഏത് രാജ്യക്കാരാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.